2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്രസീലിന്റെ ആദ്യത്തെ മത്സരം കഴിഞ്ഞു. മൊറോക്കോ ആയിട്ടായിരുന്നു 1-1 സമനില. അപ്പോൾ ആ മാച്ചിനെ പറ്റിയുള്ള അനാലിസിസ് നടത്താൻ എൻ്റെ ഒപ്പം ഉള്ളതിൻ്റെ കൊളീഗ് ഹരിയാണ്. ഹരി എങ്ങനെ വിലയിരുത്തുന്നു മൊറോക്കോ ആയിട്ടുള്ള 1-1 സമനില ബ്രസീലിന്റെ? ഒരു 5 തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ബ്രസീലിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു തുടക്കമായിരുന്നില്ല. ഒരു മോശം തുടക്കമാണ്, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു നമ്മളിതൊക്കെ കുറച്ച് എക്സ്പെക്റ്റഡ് ആയിരുന്നു ബ്രസീലിൻ്റെ ഈ ടീമിൽ നിന്നെന്ന്. കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ മിഡ്ഫീൽഡിലുള്ള ഓപ്ഷൻസ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചതാണോ ചോദിച്ചാൽ അല്ലെന്ന് വേണം പറയാൻ. അതായത് ഇപ്പോൾ ബ്രൂണോ ഗിമറസ് ആയാലും കാസമീറോ ഒക്കെ ആണെങ്കിലും അവരൊന്നും അങ്ങനെ ആ ഒരു മറ്റുള്ള നിലവിലുള്ള വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം മികച്ചതാണെന്നുള്ളത്. കാസമീറോ ഒക്കെ പ്രൈം ആയിരുന്ന സമയത്ത് മികച്ചൊരു മിഡ്ഫീൽഡർ ആയിരുന്നു. ബ്രൂണോ ഗിമറസ് ആണെങ്കിലും ന്യൂ കാസിലിൽ ക്ലബ്ബിൽ നല്ല പ്ലേയിങ് ഒക്കെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടീമിൽ നിന്ന് എന്താണ് സംഭവിക്കുക, പ്രത്യേകിച്ച് കാർലോ ആൻസലോട്ടി പോലൊരു മാനേജറും കൂടെ വരുമ്പോൾ ഈ ബ്രസീൽ എങ്ങനെയായിരിക്കും കളിക്കുക എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പലരും വിലയിരുത്തിയതാണ് തുടക്കമൊന്നും അത്രയും മികച്ചൊരു കളി ഉണ്ടായേക്കില്ല എന്നുള്ളത്. പിന്നെ മാത്രമല്ല ആദ്യത്തെ ഒരു കളി വെച്ചിട്ട് നമുക്ക് ഈ ഒരു മൊത്തം ഇതിനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ അർജന്റീന തോറ്റിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബ്രസീലിന് ഒരു ഡ്രോയിങ് കിട്ടി. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഒരു ഡ്രോബാക്സ് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് തുടക്കത്തിൽ മൊറോക്കോ എന്താ പറയുക ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിരുന്നു, അറ്റാക്കിംഗ് ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ ആയിരുന്നു അവരുടെ മെയിൻ അറ്റാക്ക്. അതെ അത് അതെ. കഴിഞ്ഞപ്പോഴാണ് ആ ഫസ്റ്റ് ഗോൾ വന്നത്. മാസറോയിൽ നിന്ന് ഇബ്രാഹിം ഡിയാസിലേക്ക് ബോൾ പോകുന്നു, അത് സൈബാരിക്ക് കൊടുക്കുന്നു, ആലിസന്റെ മേലെ കൂടെ അത് ഗോളാക്കുന്നു. ഗബ്രിയലിനെയും മാർക്കിന്യോസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മികച്ചൊരു അറ്റാക്കിംഗ് പീസ് തന്നെയായിരുന്നു നമ്മളെ കണ്ടത്. അപ്പൊ അത്തരത്തിൽ തന്നെ അതിനുശേഷമാണ് തോന്നുന്നു ബ്രസീലിന് ആ ഒരു മെന്റാലിറ്റി ഹിറ്റ് ചെയ്യുന്നതും ഫൈറ്റ് ചെയ്യാന്നുള്ളത്. കാരണം അതുവരെ തന്നെ ബ്രസീലിൽ എത്ര നേരം ബോൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരുന്നു. മൊറോക്കോന്റെ ഒരു സ്റ്റാറ്റ് പറയുകയാണെങ്കിൽ ആദ്യം 12 മിനിറ്റിൽ അവർക്ക് 6 അറ്റാക്ക് അറ്റംപ്റ്റ് ബ്രസീലിനെതിരെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ബ്രസീലിന് ആകെ ഒരെണ്ണേ ആ സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ, ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രയും അഗ്രസീവ് ആയിട്ടായിരുന്നു മൊറോക്കോ ആദ്യം തന്നെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. ഈ മിഡ്ഫീൽഡിന്റെ ഇഷ്യൂ നിലനിൽക്കെ, ബ്രസീലിന്റെ മിഡ്ഫീൽഡിന്റെ ഇഷ്യൂ നിലനിൽക്കെ തന്നെ മൊറോക്കോയുടെ മിഡ്ഫീൽഡ് വളരെ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് 6-ാം നമ്പറായിട്ട് ഇറങ്ങിയ അയൂബ് ബുവാദി, 18 വയസ്സുകാരൻ, വേൾഡ് കപ്പ് ഡെബ്യൂ ആണ്. അപ്പം അതിൽ തന്നെ വളരെ മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താ പറയുക, മിഡ്ഫീൽഡും അറ്റാക്കും മൊറോക്കോ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. പ്രത്യേകിച്ച് അഷ്റഫ് ഹക്കീമിനെ പോലെ പാരീസ് സെന്റ് ജെർമൈൻ്റെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റൈറ്റ് ബാക്ക് എന്ന് വിളിക്കുന്ന ഒരാൾ, അദ്ദേഹം പ്രോപ്പർലി ഹക്കീമിയുടെ ഒപ്പം കളിക്കുന്ന മാർക്കീനോസ് ആണ് പുറത്ത്. അതെ അതെ, സെൻട്രൽ ബാക്കിൽ നിൽക്കുന്ന. അതെ. അപ്പോൾ അത്തരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കും അതിനൊപ്പം ബ്രസീൽ ഗെയിമിലേക്ക് വന്ന സമയത്ത്, അതായത് അവർ കൂടുതൽ അറ്റാക്കിംഗ് ത്രെട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും ഇവൻ്റെ നിന്ന് ബോൾ റിക്കവർ ചെയ്യുന്നതിൽ മൊറോക്കോ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ബ്രസീലിൽ നിന്ന് പ്രതീക്ഷിച്ചതാണോ ചോദിച്ചാൽ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ജനറലി ഫുട്ബോൾ അനലിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചതാണ്. ഇനീഷ്യലി തന്നെ ഒരു മികച്ച പെർഫോമൻസ് ഉണ്ടായിക്കില്ല. പക്ഷെ എന്നിരുന്നാലും കാർലോ ആൻസലോട്ടി, അതേപോലെ ഈ കുറേ ബ്രില്യൻറ്റ് ഇൻഡിവിജ്വൽസ്, റഫീഞ്ഞ, വിനീഷ്യസ് ജൂനിയർ, ഗബ്രിയേൽ, ഇത്തരത്തിലുള്ള മികച്ച കുറേ ഇൻഡിവിജ്വൽസിൻ്റെ പെർഫോമൻസ് കൊണ്ട് അവരൊരു ടീമായിട്ട് എപ്പോൾ സെറ്റ് ആവും എന്നുള്ളൊരു കാര്യം ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. നിലവിൽ നോക്കുമ്പോൾ ബ്രസീൽ ആസ് എ ടീം ഇപ്പോൾ സെറ്റല്ല. അപ്പോൾ അത് സെറ്റായി വരണം. അപ്പോൾ ഈ വേൾഡ് കപ്പ് മത്സരം മുന്നോട്ട് പോകുന്നതോറും ആസ് എ ടീം ദേ വിൽ ഗ്രോ. അങ്ങനെ വളരുമ്പോൾ അവർക്കിടയിൽ ഒരു റാപ്പോ ഉണ്ടാവും, മികച്ച പ്ലേ ഉണ്ടാവും, അതിനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ നിലവിൽ ഇപ്പം എനിക്ക് തോന്നുന്നു മത്സരശേഷം കാർലോ ആൻസലോട്ടിയൊക്കെ പറഞ്ഞത് ബ്രസീൽ ടീം ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു, ടെൻസ്ഡ് ആയിരുന്നു. പക്ഷേ ഒരു ഗോൾ വാങ്ങിച്ചതിന് ശേഷം അവർക്ക് ആ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിന് തിരിച്ച് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് അവിടെ ഗോളായത്. ആ ഒറ്റ ഗോളിൻ്റെ പുറത്താണ് അവർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നത്. അതേപോലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ കാസമീറോനെയും ബ്രൂണോ ഗിമറസിനെയും സബ് ചെയ്തിട്ട് ഡാനിലോനെയും ഫബിഞ്ഞോനെയും ഇറക്കി. കാരണം ആ ഒരു കൺട്രോൾ, ആ മൊറോക്കോന്റെ മിഡ്ഫീൽഡിനെ എങ്ങനെയും കൺട്രോൾ ചെയ്യണം. കാരണം അവർ ബാക്ക് ടു ബാക്ക് റിക്കവറി ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, അങ്ങനെ ഒരു പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കൺവേർട്ട് ചെയ്യാൻ മൊറോക്കോന് പറ്റിയില്ല, അത് ശരിയാണ്. അതേപോലെ എനിക്ക് ബ്രസീലിനും അഗ്രസീവ് ആയിട്ടുള്ള പല മൂവ്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ റഫീനയ്ക്കൊക്കെ നല്ലൊരു ചാൻസ് കിട്ടി. പക്ഷെ ആ ഒരു എന്താ പറയുക, അറ്റംപ്റ്റിന് ഒരു ഫോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫോഴ്സിൽ ഒരു ബോട്ടം കോർണറിലേക്ക് അത് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ബ്രസീലിനെ ചിലപ്പോൾ ഒരു ഗോളിൽ ജയിക്കാൻ പറ്റിയ നല്ലൊരു ക്ലിയർ കട്ട് ചാൻസ് ആയിരുന്നു. അതേപോലെ പല ചാൻസും മൊറോക്കോയ്ക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു തുടക്കത്തിൽ എന്ന സ്ഥിതിക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയ ഒരു ആശ്വാസം നൽകാവുന്ന കാർലോ ആൻസലോട്ടിക്കും ടീമിനും ആവശ്യത്തിൽ കൂടുതൽ അടുത്ത മാച്ചിന് മുന്നേ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നൽകിയൊരു മത്സരമാണ്. ഇതിൽ നിന്ന് ബ്രസീൽ ഫാൻസ് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു പുതിയ ടീമാണ്, പുതിയ മാനേജറാണ്, സെറ്റായി വരുന്നുള്ളൂ. അധികം ഒന്നും മത്സരങ്ങൾ സെറ്റായി വരുന്നു എന്ന് പറയുമ്പോഴും അധികം ടൈം നമുക്ക് ആൻസലോട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഗ്രൂപ്പ് സ്റ്റേജിലാക്കിയ 3 മത്സരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കൗട്ടുകളാണ്. അപ്പൊ
ഈ ഒരു വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെന്റിൽ നമുക്ക് ആ രീതിയിൽ സെറ്റ് ആവാൻ ടൈം നമ്മൾ ലീഗ് മത്സരങ്ങൾ നോക്കുമ്പോൾ ഒരു മാനേജർക്ക് വേണമെങ്കിൽ ഒരു 10 മത്സരം വേണമെങ്കിൽ നമുക്ക് മാക്സിമം കൊടുക്കാം സെറ്റാക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ക്വാളിഫയേഴ്സിലാണെങ്കിലും 5ാം സ്ഥാനത്തായിട്ടാണ് ബ്രസീൽ ഫിനിഷ് ചെയ്തത്. അപ്പോഴും ആൻസലോട്ടി തന്നെയായിരുന്നു ഹെഡ് കോച്ച്. അപ്പോൾ അതൊന്ന് സെറ്റായി വരാൻ അധികം ടൈം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിലും ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തുടക്കത്തിൽ അർജന്റീന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തോറ്റിട്ടാണ് തുടങ്ങിയത്. പിന്നെ മെക്സിക്കോക്കെതിരെയുള്ള കളിയിൽ മെസ്സിയുടെ ഒരു ബ്രില്യൻ പെർഫോമൻസിലും ഇൻഡിവിജ്വൽ പെർഫോമൻസിലും അതങ്ങനെ വന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആസ് എ ടീം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ സെറ്റായത് നെതർലൻഡ്സിനെതിരെ ഉണ്ടായിരുന്ന കളിയിലായിരുന്നു. ഒരു മൊത്തത്തിലൊരു യൂണിറ്റ് ആയിട്ട് ആ ഒരു ഫയറോടെ അഗ്രഷനോടെ ഇപ്പോൾ റിക്കൽമി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും അതൊക്കെ ഓർമ്മിപ്പിച്ച് മെസ്സിയുടെ സെലിബ്രേഷൻ എല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ വരുമ്പോൾ അപ്പോഴായിരുന്നു ആ ഒരു ടീം സെറ്റായി. അപ്പോൾ വേൾഡ് കപ്പിൽ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന മത്സരങ്ങളിൽ ഇവർ ട്രെയിനിങ് ആയാലും ഇന്നത്തെ മാച്ച് അനാലിസിസ് കഴിഞ്ഞിട്ടും ആ ടീമിനും സ്ക്വാഡിനും മാനേജ്മെന്റ് സ്റ്റാഫിനും എല്ലാവർക്കും കൂടെ കാർലോ ആൻസലോട്ടിക്ക് പ്രത്യേകിച്ച് പുതിയ ഐഡിയാസ് കിട്ടുമായിരിക്കും. പക്ഷേ ആൻസലോട്ടിനെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു പ്രധാന പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ആണ്, പ്രത്യേകിച്ച് മിഡ്ഫീൽഡിലുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ മാർട്ടിനെല്ലിയൊക്കെ സബിലുണ്ട്, പക്ഷേ മാർട്ടിനെല്ലി ഇന്നലെ കളിച്ചിട്ടില്ല. അതേപോലെ നെയ്മാറും പരിക്ക് കാരണം ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുന്നവരെ ഉണ്ടാവുകയുള്ള കാര്യം ഉറപ്പില്ല. ക്വാളിഫയിങ് സ്റ്റേജസിലായിരിക്കും അല്ലെങ്കിൽ ക്വാർട്ടർ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 16 ആയിരിക്കും മിക്കവാറും നെയ്മാർ വരിക എന്നാണ് പറയുന്നത്. ഈ നെയ്മറിന്റെ ഒരു അഭാവം ഈ ടീമിന് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നെയ്മർ ഇല്ലാത്തത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നെയ്മർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സാന്റോസിലാണ്, ഭയങ്കര ഇഞ്ചുറി പ്രോൺ ആണ്, ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം തന്നെയാണ് ട്രെയിനിങ്ങിൻ്റെ ഇടയിലും മറ്റേ പറ്റിയ ഇഞ്ചുറി കാരണമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തിരിക്കുന്നത്. ഇപ്പം നല്ല ബെഞ്ചിൻ്റെ ഒപ്പം ഇരിക്കാൻ അലോ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഇനി ഒരു ഫുൾ മാച്ച് കളിക്കാൻ മാത്രം ആൾ ഫിറ്റ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അത് അതിൻ്റെ ഒരു ഡെമോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ ഒരു അനുഭവ പ്രകാരം ഇപ്പോൾ നെയ്മർ ഈസ് എ ഹൈലി ഇഞ്ചുറി പ്രോൺ പ്ലെയർ. അപ്പോൾ ഇനി വേൾഡ് കപ്പിന് ഇറങ്ങും. പക്ഷെ നെയ്മർ കൊണ്ടുവരുന്ന ഒരു വൈബ് ഉണ്ട്, ആ വൈബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ടീമിൽ ഒരു സീനിയർ മോസ്റ്റ് പ്ലെയറും ലോകമൊട്ടാകെ ഫാൻസ് ഉള്ള ഒരു പ്ലെയർ, അദ്ദേഹം വരുമ്പോൾ കൊണ്ടുവരുന്ന ആ ഒരു വൈബ്സ്, ആ ഒരു മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും ടീമിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നെയ്മർ എപ്പോഴാണ് വരിക എന്നുള്ളത് കണ്ടറിയണം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ റഫീഞ്ഞ ആണെങ്കിലും ഇന്നലെ ഒരു ആവറേജ് പെർഫോമൻസ് അല്ലെങ്കിൽ അത്രയ്ക്കേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റഫീഞ്ഞൊക്കെ ഒരു ബാഴ്സയിൽ കളിക്കുന്ന ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ടീം അങ്ങോട്ട് സെറ്റാണ്. പിന്നെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ്. അതെന്താണ് ആൻസലോട്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഈ ബ്രസീലിനെ പറ്റി പറഞ്ഞ സമയത്ത് നമുക്ക് മൊറോക്കോനെയും അധികം തള്ളിക്കളയാൻ പറ്റാത്തൊരു ടീമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ ബെൽജിയത്തിനെയും സ്പെയിനിനെയും പോർച്ചുഗലിനെയും ക്വാളിഫയേഴ്സിലൊക്കെ നോക്കൌട്ട് സ്റ്റേജിൽ അവർ തോൽപ്പിച്ചിട്ടാണ് അവർ സെമി വരെ കയറിയത്. പക്ഷേ സെമിയിൽ ഫ്രാൻസായിട്ട് പരാജയപ്പെട്ടാണ് അവർ പുറത്തു വന്നത്. അപ്പോൾ പിന്നെ വേറൊന്ന് പറയണമെന്ന് വെച്ചാൽ ഇവർ 38 മാച്ചായിട്ട് ഇവർ തോൽവി അറിഞ്ഞിട്ടില്ല. 2025 ആഫ്കോൺ കപ്പ് ഓഫ് നേഷൻസ് ട്രോഫിയും ജയിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അവര് അധികം ജയിച്ചു എന്നുള്ളൊരു കോൺട്രവേഴ്ഷ്യൽ സാധനമാണ്. സെനഗലാണ് കളിച്ച് ജയിച്ചത്, പക്ഷേ ഒരു വാക്കൗട്ട് നടത്തിയോണ്ടാണ് ഒരു അപ്പീൽ കൊടുത്ത് ജയിച്ചത്. അപ്പൊ അത്രയും ഒരു പണ്ട് ഇവര് മൊറോക്കോനെ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ഹോഴ്സസ് എന്ന് ഒരു ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം ഒരു ടൈറ്റിൽ കണ്ടന്റിങ് ടീം ആയിട്ട് തന്നെയാണ്, അറ്റ്ലീസ്റ്റ് ഒരു സെമി വരെ കയറാൻ പറ്റുന്ന ഒരു ടീമായിട്ടാണ് മൊറോക്കോനെ നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്പർ 6 അയൂബ് ബുവാദി, ഫ്രഞ്ച് ക്ലബായി ലില്ലിയിൽ കളിക്കുന്ന താരമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ അയാള് under-16 മുതൽ under-21 വരെ കളിച്ചത് ഫ്രഞ്ച് ടീമിന് വേണ്ടിയാണ്. ഈ വർഷമാണ് മൊറോക്കോയ്ക്ക് വേണ്ടി ഡെബ്യൂ ചെയ്യുന്നത്. അയൂബ് ബുവാദിനെ പറ്റി പറയുമ്പോൾ ഇന്നലെ മൊറോക്കൻ പ്ലേയേഴ്സിന്റെ ഇടയിൽ ഏറ്റവും നല്ല സ്റ്റാറ്റ്സ് ഇപ്പൊ നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മോസ്റ്റ് ടച്ചസ് 86 ടച്ചാണ് മൂപ്പർ എടുത്തിരിക്കുന്നത്. മാത്രമല്ല മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് 60 ആക്യുറേറ്റ് പാസസ് അയൂബ് ബുവാദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ് ബോൾ ക്യാരീസ്, സെക്കൻഡ് മോസ്റ്റ് ഗ്രൗണ്ട് ഡുവൽസ് വോണ്, സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ട്രിബിൾസ്, 91% പാസ് ആക്യുറസി, 100% പാസ് ആക്യുറസി ഫൈനൽ തേർഡിൽ. അതിനൊപ്പം 6 ബോൾ റിക്കവറീസ്, 5 ഇന്റർസെപ്ഷൻസ്, 9 ഡുവൽസ് വോണ്. അപ്പോൾ അങ്ങനെ കുറേ നല്ല നമ്പേഴ്സും ഒരു വേൾഡ് ക്ലാസ് നമ്പേഴ്സ് എന്നാലും കാഴ്ചവെക്കാൻ അയൂബ് ബുവാദിക്ക് പറ്റി. അത്തരത്തിലുള്ള ഒരു പ്ലേയേഴ്സും വരുന്ന മൊറോക്കൻ മത്സരങ്ങൾക്കും മാത്രമല്ല വേൾഡ് കപ്പിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആക്കുന്ന ഒരു ഫാക്ടറാണ്. ബ്രസീലിന്റെ അടുത്ത മത്സരം ഹെയ്ത്തി ആയിട്ടാണ്. 20-ാം തീയതിയാണ് ഹെയ്ത്തി ആയിട്ടുള്ള മത്സരം തന്നെ. അത് തന്നെ മൊറോക്കോയ്ക്ക് വരുന്നത് സ്കോട്ട്ലൻഡ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു ബ്രസീൽ മൊറോക്കോ മത്സരം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സിയിലെ ഒരു ആരായിരിക്കും ഫസ്റ്റ് ഫിനിഷ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഡിസൈഡ് ചെയ്യുന്നൊരു മാച്ച് തന്നെയായിരുന്നു. ഇപ്പൊ ഈ ബാക്കിയുള്ള 2 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്രസീലോ അല്ലെങ്കിൽ മൊറോക്കോ തോറ്റാൽ ഈ അടുത്ത വരുന്ന ടീമുകളുടെ ജയവും കൂടിയും അവരുടെ ക്വാളിഫയിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സ്റ്റേജിലായിരുന്നു. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മത്സരമായിരുന്നു ഗ്രൂപ്പ് സിയിലെ ഈ ഒരു മത്സരം. ഇപ്പോൾ ഹൈത്തി എനിക്ക് തോന്നുന്നു 83-86 വേൾഡ് റാങ്കിങ് ഉള്ള ടീമാണ്. സ്കോട്ട്ലൻഡ് പറയുമ്പോൾ കുറച്ച് നല്ല പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. മെഗിൻ,
സ്കോട്ട് മെക്ടോമിനെ, ആൻഡി റോബർട്ട്സൺ, അങ്ങനെ കുറച്ച് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് അവിടെയുണ്ട്. സ്കോട്ട്ലൻഡിന്റെ കൂടെയുള്ള മത്സരം അത്തരം മീൻസ് അത്തരത്തിൽ അതെ നോക്കുമ്പോൾ അതെ അത്ര എളുപ്പമായിരിക്കില്ല, പക്ഷേ ബ്രസീലിനെ എക്സൈറ്റിംഗ് ആയിരിക്കും. സംബന്ധിച്ച് അതെ, ബ്രസീലിനെ സംബന്ധിച്ച് മൊത്തത്തിലൊരു വേൾഡ് കപ്പ് ടീംസിനെ വെച്ച് നോക്കുമ്പോൾ സ്കോട്ട്ലൻഡ് ഒരു നല്ല ടീമാണ്. ആ മത്സരവും നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം.